ഗുഡ് മോർണിംഗ് മാഷെ. ഗുഡ് മോർണിംഗ്. ശരിയാവും അതെ. ഗുഡ് മോർണിംഗ് സാറേ. സാറേ ഗുഡ് മോർണിംഗ്. അതെ, നിനക്ക് തോന്നുമ്പോ ഗുഡ് മോർണിംഗ് പറയാനുള്ള ആളല്ല ഞാൻ. എന്താ മാഷെ? മിനിഞ്ഞാന്ന് നീ എന്നെ കണ്ടപ്പോ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ചു ഗുഡ് മോർണിംഗ് പറഞ്ഞു. പറഞ്ഞു. ഇന്നലെ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ചിട്ട് നമ്മൾ കണ്ടപ്പോ ഞാൻ ആദ്യം അങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. അപ്പൊ എന്താ ഇത്? ശ്രദ്ധിച്ചില്ല മാഷെ, അതാ. അതെ, അങ്ങനെ നിനക്ക് തോന്നുമ്പോ ഗുഡ് മോർണിംഗ് പറയുമ്പോ തിരിച്ചു ഗുഡ് മോർണിംഗ് പറയാനുള്ള ആളല്ല ഞാൻ. അയ്യേ, ഈ തൊട്ടേനും പിടിച്ചതിനൊക്കെ പിണങ്ങുന്ന ഈ സുഗതമാശയോട് നീ അല്ലാണ്ട് ഗുഡ് മോർണിംഗ് പറയോ? എന്തൊരു ചൂടാണ് റബ്ബേ, പറയണ്ട. അല്ലാ, പെണങ്ങായി സുഗതനാണ് ആ വരുന്നിട്ടാ, സൂക്ഷിച്ചോളി. അതേ, ഓനാകെ ഇടങ്ങറായിക്ക, ഒന്നും ഉണ്ടാക്കണ്ടട്ട. എന്താച്ചാ പറഞ്ഞോട്ടെ, നമ്മള് മറുപടിയേ പറയണ്ട. അല്ലാത്ത അവസ്ഥയിലാണ് നിക്കണത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓരോരോ സ്ഥിതി. ആ സുഗത, എന്താ പിന്നെ? ഭയങ്കര ചൂട്, നല്ല ചൂട് പറയാനില്ല. ഒരു സർവത്തെടുത്ത്. ആ, എന്താ ഇപ്പൊ പതിവില്ലാണ്ട് ഈ നേരത്തെ ഒരു സർവത്ത്? ഇന്ന് കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചായ കുടിച്ചില്ല. ആ, എന്തേ? സാധാരണ ഞാൻ എന്ന് 8:30 ഇറങ്ങുന്ന അവൾക്ക് അറിയാം. അല്ല, ഭാര്യ വീട്ടിലില്ല എന്ന് പറഞ്ഞ്? ഭാര്യയല്ല, മരോള്. ആ, അപ്പൊ അവളുടെ തന്നെ ഇത് കായ. അപ്പൊ അവള് എന്ന് 8:15 എനിക്ക് ചായ തരും. ഇന്ന് ചായ ചോദിച്ചപ്പോ ആ സമയത്ത് അവള് കുളിക്കാൻ കയറി. അങ്ങനെ അവളുടെ സൗകര്യത്തിന് ചായ തരുമ്പോ കുടിക്കാനുള്ള ആളല്ലേ. ചായ എടുക്കട്ടാ? വേണ്ടതേ, വെയില് ചൂട് കൂടിയില്ലേ, സർബത്തെടുത്താ മതി. സർവത്താവുണ്ട്. എന്നാ ഒരു സർവത്ത് ഇക്കോ എടുത്തോരാകട്ടങ്ങൾ. എന്താ കുമാരന്റെ മറ്റേ തെങ്ങിന്റെ പട്ടാന്റെ കൊടുക്ക് എടുത്തോണ്ട് അതിന് അതിന്റെ പിണക്കം തീർന്നോ? നിങ്ങൾ ഈ പിണങ്ങി പറയണ എന്താ കാര്യം? പറഞ്ഞ പിണങ്ങല അല്ല, അങ്ങനെ അവര് പറയാണ് പിണങ്ങിയിട്ട് നടക്കുകയാണ്. പിന്നെ ഞാൻ മിണ്ടാറില്ല, എനിക്ക് പറ്റാത്തവരോട് മിണ്ടില്ല. ആ പട്ട എന്റെ വളപ്പിലേക്ക് വീണു. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ പട്ട അവ എടുത്തുകൊണ്ടായിക്കോട്ടെ, പക്ഷെ എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ? അത് വേണം. എന്റെ വീടല്ലേ, എനിക്കൊരു വിലല്ലേ? അല്ല, ഒക്കെ ശരി തന്നെ. തൊട്ട അയൽവക്കല്ലേ, ആ നിലക്ക് എടുത്തായിരിക്കും. അല്ല അപ്പൊ വേറെ ഒന്നാവില്ല. മധുരം കുറവാണല്ലോ ഒരാകട്ടാ. അല്ല, ഇപ്പൊ ഞാൻ വേനൽക്കാലായതുകൊണ്ട് കുറച്ചതാ. മധുരം അധികം കുടിച്ചാലേ നല്ലതല്ല. നറു നീണ്ടിട്ടിട്ടില്ലേ ഇത്? അത് ആ സർവത്താണ്. ഇത് വേണ്ടേ? ഞാനല്ല ആദ്യം സർവത്ത് വെച്ച്. അപ്പൊ എനിക്ക് തരേണ്ട മൂപ്പർക്ക് കൊടുക്കാതാണോ അതിന്റെ ശരി? അല്ല, എന്നാ ഇജ്ജ് കുടിച്ചോ, എന്നിട്ട് ഞാൻ കുടിക്കാം. എനിക്ക് ആരുടെ ഔദാര്യം ഒന്നും വേണ്ട. അത് രാഘവൻ ചെയ്ത് ശരിയായില്ല. എനിക്ക് വേണ്ട അങ്ങടെ സർവത്ത്. അല്ല സുഗത എന്തപ്പത്? ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ. ഇപ്പൊ ഒരു വർത്താനത്തിൽ ഇപ്പൊ നമ്മൾ വല്ലതും പറഞ്ഞോ? അപ്പൊ അവസാനം ഇപ്പൊ അവനൊക്കെ ഒരു കാരണം കിട്ടിയാവുമ്പോ പിടിച്ച്. ഇതാണ് ഈ മനുഷ്യന്റെ സ്വഭാവം. അതാണേ എന്തെന്നാ പറയപ്പ, ഞാൻ ദാഹിച്ചത് ഇനിയിപ്പൊ നിൽക്കണ്ടോ തൊണ്ടെന്ന് ഇറങ്ങണത്. ഇത് അങ്ങോട്ട് വെച്ചാൽ അത് വേണ്ടത് വേണ്ട, അവിടെ വെച്ചോ. അത് ആയിയാൻ തരാട്ടോ, ആയിയാൻ തരാം. അതൊന്നും പ്രശ്നം. ഇനിയിപ്പൊ അതൊക്കെ കുടിച്ചിറങ്ങൂല, അതാ പറഞ്ഞേ. അതിരുകളില്ലാത്ത ആകാശത്തേക്ക് പറക്കുന്ന മാഷേ, വിട്ട 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 അങ്ങയുടെ ഓർമ്മകളിൽ ബദാമരം തളിർക്കും, പൂക്കും, കായ്ക്കും. വിട്ട വിട്ട ഓരോ ഇലയും കരയും കരിയും. വിട്ട മാഷേ, വിട്ട ആത്മവിയോഗം ചിതയെരിയുമ്പോഴും. വിട്ട വിട്ട വിട്ട. അല്ല ഉണ്ണി മാഷി, ഈ ആത്മവിയോഗം എന്നെല്ലാം പറഞ്ഞത് റിട്ടയർമെന്റ് ഫംഗ്ഷൻ അല്ലേ? മാഷെ സിംബോളിക്കലാണ് കാര്യം. എന്ത് സിംബോളിക്? അതെ, വിടാന്ന് പറയുന്നത്. മാഷേ, എല്ലാവർക്കും ഒരു വിശ്രമ ജീവിതം ഉണ്ടാവുമല്ലോ. സർവീസ് മാഷ് ഇങ്ങനെ പെട്ടെന്ന് പോകുമ്പോ പോലെ തോന്നുന്നു. നമുക്ക് അത്രമാത്രം ആത്മബന്ധമുണ്ടല്ലോ മാഷ്. സത്യം മാഷ്, റിട്ടയർമെന്റിന് മുമ്പേ ഉണ്ണി മാഷി ഒരു കവിത എഴുതിയിട്ടുണ്ട് മാഷിക്ക് തരാൻ വേണ്ടിട്ട്. അതെ, റിട്ടയർമെന്റ് ഇനി ഒരാഴ്ച കൂടി ഉണ്ട്. അതെ, അതിന് മുമ്പേ ഞാൻ ഇവിടുന്ന് പോണോ? മാഷേ, മാഷോടൊരു കാര്യം പറയാനുണ്ട്. അതെ, സംസാരിക്കും മാഷേ, സുഗതം മാഷായിട്ട്
ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ, 1-2 കൊല ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നല്ലേ. ആർക്ക് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ലല്ലോ. അല്ല അതിപ്പം അത് വീടിന്ന് ഇറങ്ങി പോകുമ്പോ, നമ്മൾ സ്കൂളിൽ നിന്ന് പോകുമ്പോ നമുക്കതൊരു വിഷമായിട്ട് നിൽക്കും മാഷെ. സുഗതം മാഷയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എന്റെ മനസ്സിൽ ഈ സുഗതം മാഷോട് യാതൊരു തരത്തിലുള്ള വൈരാഗ്യമില്ല. എന്തോ ഒരു കാരണം ഉണ്ടാവൂലേ? ഉണ്ട്, കാരണമുണ്ട്, എന്തോ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഞാനും നിൽക്കണത്. മാഷെ, ആ കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് ഒന്നിച്ച് വീടിന്ന് അടിപൊളിയായിട്ട് രസക്കരായിട്ട് ഇന്ന് പിരിയണം മാഷെ, സന്തോഷത്തോടെ. സത്യം പറഞ്ഞ എന്റെ ഉണ്ണിമാഷെ, ഈ സുഗതം മാഷ് എന്നോട് പിണങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത് തന്നെ 1 വർഷം കഴിഞ്ഞിട്ടാ. അത് കോടിയിലെ ഉണ്ണിമാഷേ, നീ ക്ലാസ്സിനെ പോട്ടെ. പക്ഷേ മാഷേ, നമ്മൾ സ്കൂൾ വാർഷികവും സത്യം മാഷ യാത്രയപ്പം നമുക്കൊരു ഗംഭീരാക്കണം. അതിൻ്റെ ഒരു ചെറിയ ചർച്ചയാണ് ഉണ്ടായത്. അല്ല മാഷേ, പിന്നെ മാഷേ പാവം പെട്ടെന്ന് റിട്ടയർമെന്റ് പെട്ടെന്നായി പോയവരോ തോന്നുന്നു. ഇത്രയും നമ്മൾ ഒന്നിച്ച് നിന്നല്ലേ. അപ്പോ പിന്നെ മാഷും സുഗതം മാഷും തമ്മിൽ എന്തോ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിൽ കുറെ ആയി ഇങ്ങനെ മിണ്ടാണ്ടിക്കുന്നത്. നിസ്സാരമായ ഒരു കാര്യല്ലേ, അത് പിണക്കം തീർന്നിട്ട് പോണം മാഷ്. നമുക്ക് നിസ്സാരമായ പ്രശ്നം നിങ്ങളോട് ആരാ പറഞ്ഞത്? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്ന് തുടങ്ങിയ വിഷമാണ് എനിക്ക്. എല്ലാവരുടെ മുമ്പിലും ഞാൻ അവഹേളിക്കപ്പെട്ടു. അത് പോട്ടെ, അതെൻ്റെ വ്യക്തിപരമായ കാര്യം. എനിക്കറിയേണ്ട അതല്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാ ചിരിച്ചത്? ഒന്നും പറയാനില്ല. ഇത് ഇങ്ങനെ വിട്ടാ പറ്റൂല. ഞാൻ കുറെ സഹിക്കണു. ഇന്ന് രാവിലെ തന്നെ അച്ഛൻ എന്തും ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് പറയാ പിണങ്ങിപ്പോയത്. ഞാൻ കുളിച്ചിറങ്ങാനായിട്ട് 5 മിനിറ്റ്, വെറും 5 മിനിറ്റ് വൈകിയാണ് അച്ഛൻ ചായം കുടിക്കാണ്ട് പൊതിഞ്ഞു വെച്ച് ചോറ് എടുക്കാണ്ട് ഒറ്റപ്പോക്കങ്ങ് പോയത്. നിനക്കറിയാലോ അച്ഛന്റെ സ്വഭാവം. ഈ പഞ്ചായത്തിലാകെ അച്ഛനായിട്ട് സൗഹൃദമുള്ളത് നമ്മുടെ ആ കോയക്കാക്ക് മാത്രമാണ്. ഇനി അയാളെ എന്നാണോ ഓർപ്പിക്കണം? അയാളെ വെറുപ്പിക്കാഞ്ഞിട്ടല്ല, അയാൾ അച്ഛനെ തിരിച്ചറിഞ്ഞ് കൂടെ നിന്നു കൊടുക്കുകയാണ്. അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് എന്തായാലും അത്ര വലിയ മനസ്സൊന്നുമില്ല സഹിച്ചു നിൽക്കാനായിട്ട്. നീ എന്നെ മനസ്സിലാക്ക്. നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യണില്ലേ? ഞാൻ അച്ഛന്റെ കൂടെ നിന്നിട്ട് നിന്നെ കുറ്റപ്പെടുത്തണില്ലല്ലോ. അച്ഛനെ ഏട്ടനല്ലല്ലോ, ഞാനല്ലേ സഹിക്കണത്. ഏട്ടന് രാവിലെ ഇറങ്ങിപ്പോയാതല്ലോ. അതേ, അച്ഛനൊന്നും ഇങ്ങോട്ട് വന്നേ. അച്ഛനിത് എന്ത് കളിയാ കളിക്കണത്? എന്തിനാ അവളോട് നിന്ന് പിണങ്ങിയത്? എനിക്ക് കൃത്യസമയത്ത് ചായ തരണത് അവൾക്കറിയില്ലേ? ആ സമയത്ത് നോക്കിയിട്ട് അവൾ ബാത്റൂമിൽ കയറിയത് എന്തിനാ? അച്ഛൻ എന്തൊക്കെ പറയണത്? 5 മിനിറ്റ് അല്ലേ ഞാൻ വൈകുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും ചായയും ചോറും എല്ലാം പൊതിഞ്ഞു കെട്ടി കൊടുത്തു വിടണല്ലേ. എന്നോട് പറയണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കിയിട്ടാ പറയാം, അവന്റെ മുഖത്ത് നോക്കിയിട്ടല്ലേ. ഇനി അതും കൂടെ പറഞ്ഞ് പിണങ്ങിയിട്ട് എഴുന്നേറ്റ് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. വെറുതെ ഇങ്ങനത്തെ സ്വഭാവം വെച്ചോണ്ടിരുന്നിട്ടാണ് അമ്മ എന്നെ ഇട്ടുകൊണ്ട് തറവാട്ടിലേക്ക് പോയത്. എനിക്ക് അമ്മയില്ലാതെ ആക്കി. ഇനി എന്റെ ഭാര്യയും അവള് പോകാൻ നിൽക്കുകയാണ് ഇവിടുന്ന്. എന്തിനാ അച്ഛൻ ഇങ്ങനെ പിണങ്ങണ? എന്തൊരു പിണക്കമാണ് ഇത്? എനിക്ക് പറ്റാത്ത കണ്ടാ ഞാൻ പിണങ്ങും. ഞാനൊരു കാര്യം പറയാ, അച്ഛന്റെ ഈ സ്വഭാവം ശരിയല്ല കേട്ടാ. എന്താ പറഞ്ഞ്? അച്ഛന്റെ സ്വഭാവം ഒട്ടും ശരിയല്ല എന്ന്. എന്റെ സ്വഭാവം ശരിയല്ല? അല്ല. ആ, സമാധാനായി, ഇന്നത്തേക്കുള്ളതായി. ഇനി ആ വാതലിനോട് പിണങ്ങും. അതെ, നിങ്ങള് വല്യച്ഛനെ ആരാന്ന് വെച്ചാൽ വിളിച്ച് മര്യാദക്ക് പറഞ്ഞെന്താന്ന് നന്നാക്കാൻ നോക്ക്. എനിക്ക് വയ്യ സഹിച്ചോണ്ടിരിക്കാനായിട്ട്. അറിയാല്ല, അമ്മ പോയോലെ ഞാൻ പോവും. ഞാൻ വെറുതെ പറഞ്ഞോണ്ട് നിൽക്കില്ല, ഞാൻ പോവും. നീ സമാധാനപ്പെട്. ഞാൻ വല്യച്ഛനെ വിളിക്കാം. വിളിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. വല്യച്ഛൻ പറഞ്ഞാൽ ചിലപ്പോൾ അനുസരിക്കുമായിരിക്കും. പുള്ളി മിലിറ്ററിയിലൊക്കെ അല്ലേ, എന്തെങ്കിലും പറഞ്ഞത് ബോധ്യപ്പെടുത്തട്ടെ. നീ അപ്പ പോകും എന്ന് പറഞ്ഞാൽ ഞാൻ വല്ല കുഴപ്പമുണ്ട് ഇവിടെ? ഞാൻ പോവോ എന്തായാലും. പെണ്ണ് കെട്ടിയെന്ന് പറഞ്ഞാൽ അച്ഛന് വിഷം കൊടുത്തു കൊല്ലാൻ പറ്റൂ? ആ വല്യച്ഛാ, ഇരിക്ക്. ചായം കോപ്പൊന്നും വേണ്ട.
കിതറേ തുമാരാ ബാപ്പ് സുഗതൻ? അച്ഛൻ അച്ഛനകത്തുണ്ട്. അകത്തുണ്ട്. വിളിക്ക്. വലിയച്ഛ, അച്ഛൻ ഞങ്ങള് വിളിച്ചാ വരില്ല, ഞങ്ങളോട് പിണക്കോ. ഓ സുഗത, ഏ സുഗതൻ ബാഹറാവോ? ആ ഏട്ടനോ? എന്താ ഒരു മുന്നറിയിപ്പില്ലാണ്ട്? നിന്നെ കൊണ്ടൊരു കല്യാണം കൂടെ കഴിപ്പിക്കാൻ പോകുന്നു ഞാൻ. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താ നിന്റെ ഉദ്ദേശം? എന്തേട്ടാ? നാട്ടുകാരെ പിണക്കി ഇനി വീട്ടുകാരെ കൂടെ പിണക്കാന്നാണ്? എന്താ നിന്റെ ഇവിടുത്തെ പ്രശ്നം? എന്താ ഇവിടുത്തെ നിന്റെ പ്രശ്നം? അല്ല വലിയച്ഛ, ഏയ് ചുപ്, അവൻ പറയട്ടെ. എനിക്കന്ന് സ്ഥിരമായിട്ട് തരണ സമയത്ത് ചായ തന്നില്ല, അപ്പൊ ഞാൻ വേണ്ടാന്ന് വെച്ചു, അത്ര തന്നെ. ചായ തന്നില്ല? ആര് തന്നില്ല? മോള് ചായ കൊടുത്തില്ലേ അവന്? ഞാൻ ചായ എടുത്തു വെച്ചതാ. കുളിക്കാൻ ഇറങ്ങിയപ്പോ ഒരു 5 മിനിറ്റ് വൈകി. അപ്പോഴേക്കും അച്ഛൻ പോയി. പൊതിഞ്ഞു വെച്ച ചോറ് പോലും കൊണ്ടുപോയില്ലെന്നേ. എടാ, നിനക്ക് കൈയും കാലും ഇല്ലടാ, അതിന് തളർച്ചയൊന്നുമില്ലല്ലോ, പോയി എടുത്ത് കുടിക്കണം. ഞാൻ എന്നാ അകത്ത് പോയിരുന്നു പാചകം ചെയ്തിരുന്ന് കഴിക്കുകയും ചെയ്യാം. വേണം, വേണ്ടി വന്നാൽ അതും ചെയ്യണം. എടാ, 1965 ഇന്ത്യ ചൈന വാർ നടക്കുമ്പോ ഞാനെല്ലാം സ്വന്തമായിട്ട് കപ്പ പുഴുങ്ങിയിരുന്ന്. ഇന്ത്യയും ചൈനയായിട്ട് പിണക്കമുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനായിട്ട് പിണക്കമുണ്ട്. പക്ഷേ നയതന്ത്ര കാര്യങ്ങളിൽ അവർ ആശയവിനിമയം നടത്താറുണ്ട്. ഇത് നാട്ടുകാരെയും പിണക്കി വീട്ടുകാരെയും പിണക്കി. എന്താ നിന്റെ ഉദ്ദേശം? തും അവള് പോയല്ലോ മണ്ടോദരി, പക്ഷെ അവള് പാവാ. നീയാണ് കുഴപ്പക്കാരൻ. ഏട്ടൻ എന്താ പറഞ്ഞേ? നീയാണ് കുഴപ്പക്കാരൻ, നിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ആ, ബാക്കിയുള്ളവർക്ക് നല്ലൊരു, ഞാൻ കുഴപ്പക്കാരല്ലേ? എവിടെ എവിടെ പോകുന്നു? അത് പിണങ്ങി പോയതാണ്. എവിടെ പിണക്കം മാറ്റാനല്ലേ ഞാൻ ഇവിടെ വന്നത്? വിളിക്കണ്ട, ഇനി വലിയച്ഛനോട് മുണ്ടൂല അത്. യമനോട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? 1975 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കും. അത് വലിയച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് നേരത്തെ. മറ്റേ ഇരുട്ടുമുറിയിലിട്ടല്ലേ ഞാൻ പറഞ്ഞല്ലേ, മോള് കേക്കണം. അല്ല, പറഞ്ഞു കൊടുത്തറിന്റെ ഞാൻ അറിയാം. എന്നെ അന്ന് ഇരുട്ടുമുറിയിട്ട് എന്നെ ശിക്ഷിച്ചു. പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് എപ്പോഴും ആ ഒരു തിരിച്ചറിവുണ്ട്. അതുപോലെ ഈ കഴുതയുണ്ടല്ലോ, നമുക്ക് ഈ വീട്ടിലൂടെ ഒറ്റക്കിടണം. ഒറ്റക്കിട്ട് അവനെ ഒറ്റപ്പെടുത്തണം. അവനെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇവൻ ആരോട് പിണങ്ങുമെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ അമ്മയുടെ കൂടെ തറവാട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കുക. ഒരു കുഴപ്പമില്ല, ഇവനെ ഞാൻ നന്നാക്കി തരാം. നമുക്കറിയാപ്പോ സത്യൻ മാഷ് അടുത്ത ദിവസം തന്നെ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് വിരമിക്കാൻ പോവുകയാണ്. അപ്പോ വളരെ കാലമായിട്ട് സുഗതൻ മാഷും സത്യൻ മാഷും തമ്മിൽ ഒരു പിണക്കത്തിലാണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ സത്യൻ മാഷ് ഇങ്ങനെ നമ്മളോട് വിട പറഞ്ഞു പോകുന്നത് വളരെ വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് നമുക്ക് വേണ്ട. സത്യൻ മാഷ്ക്ക് പറയാനുള്ളത് സത്യൻ മാഷും പറയാം, സുഗതൻ മാഷിന് പറയാനുള്ളത് സുഗതൻ മാഷിനും പറയാം. മാഷേ, എനിക്ക് ഒരു തരത്തിലുള്ള വൈരാഗ്യമില്ല. ഞാൻ പലപ്പോഴും മാഷോട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കാറുണ്ടെങ്കിലും മാഷ് അങ്ങനെ മുഖം തരാതെ അങ്ങോട്ട് പോവുകയാണ് പതിവ്. പിന്നെ സുഗതൻ മാഷ് എല്ലാ ആളുകളുമായിട്ടും ചെറിയൊരു പിണക്കം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. പക്ഷെ ഇതിപ്പോ ഒരു 3 വർഷത്തോളമായിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സത്യത്തിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അറിയാൻ എനിക്കും താല്പര്യമുണ്ട്. ഇനി ഞാൻ ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിന് മാപ്പ് പറയാനും തയ്യാറാണ്. ഇനി എന്താണ് കാരണം എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് സുഗതൻ മാഷാണ്. അല്ല, അതിനിപ്പോ ക്ഷമ പറഞ്ഞാൽ തീരണ തെറ്റൊന്നല്ലാതെ. പറഞ്ഞോളൂ, എന്താണെങ്കിലും സുഗതൻ മാഷ് ഇനിയിപ്പോ അത് പറയാണ്ടിരുന്നാ പറ്റില്ല. അതിന് ഇനിയിപ്പോ എന്ത് വിഷമം ഉണ്ടായാലും വേണ്ടില്ല, മാഷ് അത് പറഞ്ഞേ പറ്റൂ. മാഷിൽ നിന്നും നമ്മൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കണില്ല. അതിനിപ്പോ ക്ഷമ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് അങ്ങനെ ഒരു ചീത്ത പേര് വന്നു. അല്ല, അത് കാരണം എന്താന്നില്ലേ, അത് പറയൂ. അത് ആ വിഷമം എന്നോട് തന്നെ പോയിക്കോട്ടെ എന്നാ ഞാൻ കരുതി. ഇനിയിപ്പോ നിങ്ങളൊക്കെ
നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഞാൻ പറയാം. ആ, എല്ലാവർക്കും അറിയണതാണല്ലോ, ഞാനും മാഷും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോവുക. ഒരു ദിവസം എനിക്ക് ഇത്തിരി നേരത്തെ പോകേണ്ടി വന്നു. അപ്പം ഞാനത് മാഷ് ഞാൻ ഇത്തിരി നേരത്തെ പോവുക, മാഷ് ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ മാഷ് ക്ലാസ് എടുക്കുന്ന റൂമിൻ്റെ അവിടെ ചെന്ന് ഓ അപ്പം മാഷ് ജീവന്റെ പരിണാമം എന്നുള്ള എന്തൊരു വിഷയമാണ് എടുത്തോണ്ടിരുന്നത്. മാഷ് കുട്ടികളോട് പറയാണ്, കുരങ്ങിൽ നിന്നും മനുഷ്യലേക്കുള്ള പരിണാമം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്ന ഡോറിന്റെ അവിടേക്ക് നോക്കി. അപ്പൊ കുട്ടികളൊക്കെ ചിരിച്ചു, മാഷും ചിരിച്ചു. മാഷ് അങ്ങനെ ചിരിക്കാൻ പാടില്ല. മാഷ് അങ്ങനെ ചിരിച്ചപ്പോ എനിക്ക് വിഷമായി. പിന്നെ ചില കുട്ടികളൊക്കെ ബാത്റൂമില് കബീഷ് മാഷ് സുഗതൻ, ഫാനരൻ മാഷ് സുഗതൻ എന്നൊക്കെ എഴുതി. അല്ല, അപ്പോ ഈ വഴക്കിന്റെ കാരണം ഇതാണോ അപ്പൊ കാരണം? മാഷും പിള്ളേരെ കൂടെ നോക്കി ചിരിച്ചോണ്ടല്ലേ എന്നെ കുട്ടികൾക്ക് ഇങ്ങനെ കാണട്ട. പിന്നെ എങ്ങനെ മാഷിനോടുമുണ്ട്.